ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 53-ാം സെഷനാണല്ലോ ഇത്. രണ്ടാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തുന്ന വിചിന്തനത്തിൻ്റെ 17-ാമത്തെ സെഷനും കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ ഫൗസ്റ്റീന പങ്കുവെക്കുന്ന ചില അനുഭവങ്ങൾ. മഠത്തിൻ്റെ ചാപ്പലിൽ ഈശോ പറയുന്നു, ഈ സക്കറാരി ഞാൻ ഇരിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കാരണം ഈ മഠത്തിലെ പല കാര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എൻ്റെ വിശുദ്ധിക്ക് സ്നേഹത്തിന് നിരക്കുന്ന രീതിയിലല്ല. വീണ്ടും നമ്മൾ കാണുകയുണ്ടായി മറ്റൊരു കുറിപ്പിൽ ഫൗസ്റ്റീന അതേ ഡയറി തന്നെ എഴുതുന്നു, മഠങ്ങളും ദേവാലയങ്ങളും പോലും നശിപ്പിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തും എന്ന് തമ്പുരാൻ നൊമ്പരത്തോടുകൂടി പറയുകയാണ്. അതിന് കാരണം നമ്മൾ കാണുകയുണ്ടായി, ആ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് അസ്വസ്ഥത ഉളവാക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത, ദൈവത്തിൻ്റെ തിരുഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് അവിടെ സന്നിഹിതമായിരിക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ ദീപികാരൻ്റെ സാന്നിധ്യം അവിടെ സഹികെട്ടു പോകുന്ന പോലെയാണ്. ഫൗസ്റ്റീനയുടെ കരങ്ങളിലേക്ക് സക്കറാരിൽ നിന്നും തിരുവോസ്തി രൂപനായ ഈശോ 3 പ്രാവശ്യം തിരുവോസ്തി രൂപത്തിൽ തന്നെ കരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഫൗസ്റ്റീന വീണ്ടും വെച്ചു, വീണ്ടും ഇറങ്ങി വരുന്നു, വീണ്ടും അകത്ത് വെച്ചു, സക്കറാരിക്കകത്ത് വീണ്ടും ഇറങ്ങി വരുന്നു. പിന്നീട് അകത്ത് സക്കറാരിക്കകത്ത് വെച്ച് ഫൗസ്റ്റീന ഈശോയുടെ മാപ്പ് ചോദിച്ച് 3 ദിവസം ഇരുന്ന് ഈശോയ്ക്ക് ആരാധനയും സ്തുതി അർപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈശോയ്ക്ക് ആ മഠത്തിൽ, ആ ചാപ്പലിൽ സക്കറാരി വസിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ബഹിഷ്കൃതമാകുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇത് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് കുർബാനയിലെ പ്രാർത്ഥന ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് ചെല്ലുന്നുണ്ടല്ലോ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അതേക്കുറിച്ചുള്ള കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വിശദീകരണം നമ്മൾ ഈ വേദിയിൽ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2855 ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. നമുക്കൊന്നത് ഓർമ്മിക്കാം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന അന്തിമ സ്തുതി ഡോക്സോളജി സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന അവസാനത്തെ ചൊല്ലുന്നത് നമ്മുടെ പിതാവിനോടുള്ള ആദ്യത്തെ 3 യാചനകൾ ആവർത്തിക്കുന്നു. സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആരംഭത്തിലെ യാചനകൾ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതിനെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഈ അവസാനത്തെ സമാപന ഈ ഡോക്സോളജിയിൽ എന്ന് പറയുകയാണ്. നമ്മൾ സ്വർഗസ്വനായ പിതാവെ ചൊല്ലുമ്പോഴൊക്കെ ഈ ഒരു സമാപന സ്തുതിവാക്യം ഡോക്സോളജി ചേർത്ത് ചൊല്ലുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ അത് വീടുകളിൽ ചെല്ലുമ്പോൾ തനിച്ച് സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോൾ ഉപയോഗിക്കാറില്ലെങ്കിലും സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന കുർബാനയിൽ
സ്വർഗസ്നായ പിതാവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതേപ്പറ്റി എടുത്ത് പറഞ്ഞ് പ്രബോധനം നൽകുന്നത്. അപ്പോൾ സ്വർഗീയ ആരാധനയിൽ എന്ന പോലെ ഈ പ്രാർത്ഥനകൾ ഇപ്പോൾ ആരാധന നന്ദി പ്രകടനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്തുകൊണ്ട് അത് എടുത്തു പറയേണ്ട സാഹചര്യം വരുന്നത് എന്നതിനെക്കുറിച്ച് അവിടെ തുറന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അധികാരി വ്യാജമായ രീതിയിൽ രാജ്യത്വം, ശക്തി, മഹത്വം എന്നീ 3 പദവികൾ സ്വയം ഏറ്റെടുത്തിരുന്നു. ഈ 3 പദവികൾ ദൈവത്തിൻ്റെതാണ്. ഈ പദവികൾ രാജ്യത്വം, ശക്തി, മഹത്വം. രാജ്യത്വം ആര് ഭരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാണ് ഭരിക്കുക? ദൈവം വേണം നമ്മളെ ഭരിക്കാൻ. എങ്ങനെയാണ് ഭരിക്കുക? ഭരിക്കുന്ന ചിലത് അർത്ഥം എന്താണ്? രാജാവായിരിക്കുന്ന വ്യക്തിയുടെ പണ്ടത്തെ ഭാഷ പറയല്ലേ, തിരുവായ്ക്കെതിർവായി ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ രാജകൽപ്പന കരിങ്കല്ലിനെയും ഭേദിക്കും എന്നൊക്കെ പഴയ നാടുകളിലെ ചൊല്ലുകളാണ്. രാജാവ് പറയുന്ന അതേപടി നടക്കും. അതുപോലെയുള്ള അധികാരം രാജാവ് ഭരിക്കുമ്പോൾ രാജാവിന് തൻ്റെ രാജ്യത്തിൻ്റെ മേലെ പ്രജകളുടെ മേലുണ്ടായിരുന്നു. അതൊരു പലപ്പോഴും സ്വാർത്ഥപരമായിട്ട്, സ്വേച്ഛാപരമായിട്ടും, അനീതിപരമായിട്ട്, പക്ഷപാതപരമായിട്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് രാജകീയ ഭരണരീതിയൊക്കെ മാറിയിട്ട് ജനാധിപത്യ ഭരണരീതി എന്ന് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും അതിനകത്ത് എന്തുമാത്രം സ്വേച്ഛാപരമായ കാര്യങ്ങളൊക്കെ കയറി വരുന്നുള്ളത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ദൈവത്തിൻ്റെ ഭരണമെന്ന് പറയുമ്പോൾ പക്ഷേ അങ്ങനെയുള്ള അടിച്ചേൽപ്പിക്കലോ അതീശപരമായ രീതികളോ സ്വാർത്ഥപരമായ രീതികളോ അനീതിപരമായ കാര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് നമുക്ക് ഏറ്റവും ഹൃദ്യമായ, നമുക്ക് ഏറ്റവും ഉചിതമായ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം, തിരുമനസ്, അല്ല നയിക്കല്. ആ നയിക്കല് പ്രേരണ നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിന് കാതിൽ ഒരു സ്വരം ശ്രമിക്കും. വിഷയം പറയുന്ന പോലെ അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ച് നമ്മൾ നീങ്ങുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക്, ഭവനത്തിലേക്ക്, തിരുമാറിലേക്ക്, ഒരമ്മയുടെ മാറത്തേക്ക് കുഞ്ഞ് വരുമ്പോൾ എന്തോ ഒരു സ്വസ്ഥതയാണ്. അമ്മയുടെ മടിയിൽ കയറി കുഞ്ഞിരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. ആ കുഞ്ഞായിരിക്കേണ്ട ഇടം അതാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യരായിരിക്കേണ്ട ഇടം തമ്പുരാന്റെ തിരുമാറിലാണ്, അവിടുത്തെ കരവലയത്തിനുള്ളിലാണ്, അവിടുത്തെ കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ നിരന്തരം നയിക്കുന്ന സ്വരം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, അത് നമ്മളെ ഭരിക്കുമ്പോൾ, നയിക്കുമ്പോൾ അതാണ് ദൈവം നമ്മളെ ഭരിക്കുന്ന അനുഭവം. ദൈവരാജ്യം, സ്വർഗരാജ്യം, അതാ രാജ്യത്വം ദൈവത്തിൻ്റെതായിരിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ കണ്ടതുപോലെ ദൈവത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ക്രമമാണ് രാജ്യത്വം. അത് നഷ്ടപ്പെട്ടു പോയി സാത്താൻ ഭരിക്കുന്ന അവസ്ഥ വന്നു. സർപ്പം ഓതി കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഹവ്വയെ അനുസരിച്ചു. അതുമുതൽ ഇങ്ങോട്ട് സാത്താൻ നമ്മളെ ഭരിക്കാൻ നോക്കുകയാണ്. ഓരോ അവസ്ഥ വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വചന പ്രബോധനത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. നമുക്കിത് ഹൃദിസ്ഥമായിട്ട് കിടക്കണം. ഈ ഒരു കാഴ്ചപ്പാട് ഇവിടെ എല്ലാ കാര്യങ്ങളെയും കാണാൻ. അപ്പം ഈ രാജ്യത്വം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും സാത്താൻ തട്ടിയെടുത്തു. വീണ്ടും ശക്തി, ആരാണ് ഭരിക്കുക, ആരുടെ ശക്തിയാണ് പ്രബലമാവുക, ആരാണ് പ്രാബല്യം നേടുക? ഈശോ പറയുമല്ലോ, മത്തായി 12 വായിക്കുന്നുണ്ട്, ശക്തൻ കാവൽ നിൽക്കുന്നു, അവൻ്റെ കീഴിൽ കിടക്കുന്ന കവർച്ച വസ്തുക്കളെ കൊള്ളയടിക്കാൻ കൂടുതൽ ശക്തൻ വരണം. ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് പര്യായമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ദൈവം കൊടുത്ത ശക്തി സൃഷ്ടികളെ കൊണ്ട്, മാലാഖയ്ക്കുണ്ട്. അത് വെളിച്ചപ്പോൾ സാധാരണ ശക്തിയുണ്ട്. അവനാ ശക്തി ദൈവത്തിനെതിരെ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ ശക്തിയെ നിഷ്പ്രഭമാക്കി സാത്താൻ്റെ ശക്തിയുടെ കീഴിൽ മനുഷ്യ മക്കൾ അടിമകളായിട്ട് മാറി. ആ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കാനായിട്ട് പവർ ആവശ്യമുണ്ട്, ശക്തി. അതുകൊണ്ട് അവിടെ പോരാട്ടം. നമ്മൾ ഉൽപ്പത്തി 3:15 വാക്യത്തിൽ ഒരു പോരാട്ടം, ശത്രുത, പിശാചിനും മനുഷ്യ മക്കൾക്കും ഇടയിൽ ശത്രുതയുണ്ട്. ശത്രുത അവസാനിപ്പിക്കാൻ വിജയിക്കണം. പോരാട്ടമുണ്ട്. പോരാട്ട ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ആരുടെ ശക്തിയാണ് പ്രാബല്യത്തിൽ നിലവിൽ വരുന്നത്, ആരുടെ ശക്തിയാണ് ജയിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ശക്തി ആയിരിക്കണം. സാത്താൻ്റെ ശക്തി നമ്മുടെ മേൽ ജയിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ ബാക്കിയാണ് മഹത്വം. ആരുടെ നാമമാണ് പൂജിതമാകുന്നത്? 2-ാം പ്രമാണത്തിൻ്റെ മേഖല അതാണല്ലോ. ദൈവത്തിൻ്റെ നാമം പൂജിതമാകണം. അവിടുത്തെ നാമം പൂജ്യമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ട ഈ പ്രമാണത്തെ ഇതിനെടുത്തപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തെ ആദ്യമായിട്ട്
പുച്ഛിച്ച് ദുഷിച്ച് സംസാരിച്ചത് കൈകാര്യം ചെയ്തതാണ് പ്രേരണയിട്ട് കൊടുത്ത സർപ്പം തന്നെയാണ്. ഹവ്വയുടെ പക്കല് ദൈവത്തെ പറ്റി മോശമായി നുണ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ദൈവത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിയുന്ന, ശങ്ക വരുന്ന, അവിശ്വാസം ഉണ്ടാക്കുന്ന, അവജ്ഞ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഹവ്വയുടെയും ആദിമാതാക്കന്റെയും മനസ്സിനെ സാത്താൻ കൊണ്ടുപോയി. അങ്ങനെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഇല്ലാതായി പോയി. ദൈവം എന്ന് കേൾക്കുമ്പോഴേ പുച്ഛം, അകർച്ച കൊണ്ട് അവർ ഓടി. ആദിമാതാക്കന്മാര് ദൈവത്തിന്റെ കാൽപ്പര്യമറ്റും കൊണ്ട് ഓടി മാറി. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള നല്ല ധാരണകള് മനുഷ്യ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലേ ദൈവത്തിന്റെ ശക്തി അവന് പ്രകടമാവുകയുള്ളൂ, ദൈവം ഭരിക്കുന്ന അവസ്ഥ വരികയുള്ളൂ. അപ്പൊ രാജ്യത്വം, ശക്തിയും മഹത്വം ഇത് മൂന്നും ഒരുമിച്ച് കിടക്കുന്നതാണ്. രാജ്യത്വം അവസാനം പറഞ്ഞു, ശരിയാണ്. ശക്തി രണ്ടാമത് പറഞ്ഞു, മഹത്വം മൂന്നാമത് പറഞ്ഞു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നാമം, സമൂഹത്തിലും കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും ഉള്ളങ്ങളിലും യുവാക്കന്മാർ യുവതികളിലും ഒക്കെ ദൈവത്തിന്റെ നാമം, ദൈവത്തെ കേൾക്കുമ്പോഴേ ആദരവും സന്തോഷവും ബഹുമാനവും കൊടുക്കുന്ന ഭാവം ഉണർന്നെങ്കിലേ ആ ദൈവത്തിന്റെ പക്കലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ സാത്താൻ തട്ടിക്കൊണ്ട് പോയി എന്നൊരു പറയുകയാണ്. അതുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ അവസാനത്തിന് ഈശോ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു നിർദ്ദേശം വിശുദ്ധരായ ആദ്യ പിതാക്കന്മാർ നമുക്ക് നൽകി സഭയുടെ പാരമ്പര്യത്തിൽ അത് കിടക്കുന്നത്. അപ്പൊ ദൈവത്തിന് പ്രാബല്യമില്ലാത്ത അവസ്ഥ, മഹത്വമില്ലാത്ത അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ ലോകത്തിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുവന്നതായ, കഴിഞ്ഞ സെഷനിൽ കണ്ടതായ, ഇപ്പൊ നമ്മൾ പറഞ്ഞതായ ഭവിഷ്യേനയുടെ ആ മഠത്തിലെ ചാപ്പലില് ഈശോ പറയുന്നത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? എനിക്കിവിടെ മഹത്വം ലഭിക്കുന്നില്ല, എന്നെ ഇവിടെ ആർക്കും മീച്ചമില്ല, എന്നെക്കുറിച്ച് ബഹുമാനമില്ല, എന്നോട് താല്പര്യമില്ല. ഞാനിവിടെ അൾത്താരിൽ ഇങ്ങനെ ഇരിക്കും, സക്രാരിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ എന്നെ ഇവിടെ ഇരുത്തി വെച്ചിട്ട് ഈ സമൂഹത്തിലെ അംഗങ്ങൾ, സമർപ്പിതരായ വ്യക്തികൾ, ആത്മാക്കൾ സ്വന്തം കാര്യം തേടിക്കൊണ്ട് സ്വാർത്ഥ വഴിയിലൂടെ പടിപടിക്ക് പോവുകയാണ്. എൻ്റെ പക്കലേക്ക് വരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്താ അവിടെ ആവശ്യപ്പെടുന്നവരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച് നൊമ്പരം ഭവിഷ്യന്റെ പങ്കുവെക്ക് നമ്മൾ ഇന്നലെ വിശദമായിട്ട് കണ്ടതാണ്. ഒരുപാട് രീതിയിൽ ദൈവത്തിൻ്റെ ആ നൊമ്പരം ദൈവം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്ന ഈശോ, ഞാനിവിടെ ഇറങ്ങി പോവുകയാണ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഈ ഭവനത്തിൽ എൻ്റെ നാമത്തിന് മഹത്വമില്ല, എൻ്റെ നാമം പൂജിതമായിട്ട് ഇവിടെ ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ അവഗണിക്കപ്പെട്ടിട്ട് കിടക്കുകയാണ്. ഞാനിവിടെ ഒരു അന്യനെ പോലെയാണ്, വെറുതെക്കാരനെ പോലെയാണ്, വിളിക്കാതെ വന്നു കയറിയ ഒരു വ്യക്തിയെ പോലെയാണ്, നാണം കെട്ടിരിക്കുകയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അവിടെ ഞാൻ ഇറങ്ങിപ്പോയാലോ ചിന്തിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ആരും നമ്മൾ മിണ്ടുന്നില്ല, ആരും നമ്മൾ നോക്കുന്നുമില്ല, ഒന്ന് കുടിക്കാനും തരുന്നില്ല, നമ്മുടെ ഒരു കാര്യം അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വേണ്ടപ്പെട്ട വീടാണെങ്കിലും അവർ വിളിച്ചിട്ട് എന്നാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വേറെ വഴിക്ക് പോകാൻ തോന്നും. അവിടെ എന്തിനാ ഇരിക്കുന്നത്? അവരത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളവിടെ ബഹുമാന്യമായിട്ട് കരുതപ്പെടുന്നില്ല, ഒരു തിരസ്കരണം അനുഭവപ്പെടുകയാണ്. അതാണ് ഇവിടെ ഈശോ പറയുന്നത്, ഈ ഭവനത്തിൽ ഇറങ്ങി പോകുമെന്ന് ഭവിഷ്യരൂപത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിന് വസിക്കാൻ പറ്റുകയില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് ദേവാലയങ്ങൾ വരുന്നു. എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ ഒരു കത്തിൽ എബ്രാസ്യാമ്മ ആത്മപിതാവായ മേനാച്ചേരി ബിഷപ്പിന് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ആ രൂപതയിലെ ഏതോ ഒരു ദേവാലയത്തിൽ പൈശാചികമായി എന്തോ ഒരു പ്രവൃത്തി ചെയ്യുന്നു. അത് പറഞ്ഞിട്ട് ഈശോ നൊമ്പരത്തോടെ ഭവിഷ്യന് എബ്രാസ്യാമ്മയുടെ ആവശ്യം, ഞാൻ നമ്പർ കൃത്യം ഓർക്കുന്നില്ല, എബ്രാസ്യാമ്മയുടെ ആവശ്യപ്പെടുകയാണ് ഈ കാര്യം ബിഷപ്പിന്റെ മക്കൾ പറഞ്ഞ് തിരുത്തണം, എനിക്ക് അവിടെ വസിക്കാൻ പറ്റത്തില്ല, പള്ളി എനിക്ക് കയറാനേ പറ്റത്തില്ല, എങ്കിലും അവിടുത്തെ അച്ഛന്മാർ എന്നെ വിളിക്കുന്നു, അവിടേക്ക് ചെല്ലാതിരിക്കാനും പറ്റത്തില്ല, ഞാൻ ഞെരുങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം എബ്രാസ്യാമ്മ വഴി ഈശോ അഭിമന്യ മേനാച്ചേരി ജോൺ പിതാവിന്റെ പക്കൽ പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ എന്തോ ഒരു അനാചാരപരമായ പ്രവൃത്തിയെ മാറ്റാൻ നോക്കുന്നുണ്ട്. നമ്മൾ ചിന്ത ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, തമ്പുരാന് വേണ്ടാത്ത ഇടങ്ങളായി നമ്മുടെ ദേവാലയങ്ങൾ പലപ്പോഴും മാറുന്നു. തമ്പുരാനെ പരിഗണിക്കുന്നില്ല. നമ്മൾ മനോഹരമായ ദേവാലയം നിർമ്മിച്ചു കഴിയുമ്പോൾ എത്രയോ അവസരങ്ങളിൽ പല വിശുദ്ധരും വഴി ഈശോ പങ്കുവെക്കുന്നതായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ പോലും സാധിക്കും. ആ പള്ളിയിലേക്ക് ആൾക്കാർ അനേകർ കാണാനായിട്ട് വരുന്നു. ഈ നാടുകളിലൊക്കെ അനേക ദേവാലയങ്ങൾ മനോഹരമായിട്ട് നമ്മൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പണി പൂർത്തിയാക്കി കഴിയുമ്പോൾ മനോഹരമായ ചിത്രപ്പണികളും കൊത്തുപണികളും വിലയേറിയ ആർട്ട് വർക്കുകളെല്ലാം അത് കാണാൻ വേണ്ടി അനേകർ വരും. അങ്ങനെ വരുമ്പോൾ അവർ ആ പള്ളിയിൽ വന്ന് കയറിയിട്ട് ഒന്ന് മുട്ടുകുത്തുകയോ ഒന്ന് കൊമ്പിടുകയോ ആചാരം ചെയ്യുകയോ മൗനമായിട്ട് അല്പസമയം ഈശോയുടെ വികാര സാന്നിധ്യത്തിന് വണക്കം കൊടുക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് യാതൊരു ശ്രദ്ധയും എടുക്കാതെ
അഭിഷിക്തരും സമർപ്പിതരും ഇടവ സമൂഹം ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ വ്യക്തികൾ പള്ളിക്കകത്ത് വന്ന് കയറുന്നു, ചിലപ്പോൾ ഒന്ന് കുമ്പിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അത് കുരിശ് വരയ്ക്കുന്നു, എന്നിട്ട് അവിടെ പോയി നോക്കുന്നു, ഇവിടെ പോയി നോക്കുന്നു, അത് കാണിച്ചു കൊടുക്കുന്നു. ഇത് അവരെ കൊണ്ട് ജയിച്ച ഇത്ര രൂപ ആയതാണ്, ഇത് അവിടുന്ന് ജയിച്ചു വരുത്തിയതാണ്, ഇതിൻ്റെ തട്ടിനെ കാട്ടിയത് കൊണ്ട് തടിയാണ്, ഇത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവിടുന്ന് കൊണ്ട് തടിയാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വാതിൽ എങ്ങനെയാണ്, കട്ടിലപ്പടി എങ്ങനെയാണ്, ഈ ചിത്രം അത് അവർ വരച്ചതാണ്, ഇത്ര രൂപ മുടക്കായതാണ്, ഇതിന് മുകളിലത്തേത് കണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറഞ്ഞ് അപ്പോൾ പണി നിർത്തിയെടുക്കുന്ന അച്ഛന്മാരും പണിയെ പറ്റി ആ താല്പര്യമുള്ളവരൊക്കെ വന്ന് കയറി ഈ ആർട്ട് വർക്ക് കാണാൻ വേണ്ടി വരുന്നു. അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കുന്നു, അത് ഫോട്ടോ എടുക്കുന്നു, ചിലപ്പം സെൽഫി എടുക്കുന്നു. അങ്ങനെയൊക്കെ എടുത്ത് ഈ ദേവാലയത്തെ തന്നെ ആഘോഷിക്കുകയാണ്, ഒരു വിഗ്രഹമാക്കി മാറ്റുകയാണ്. ദേവാലയം ഒരു വിഗ്രഹമാകുന്നു. ഇത് എത്രയോ ദയനീയമായ അവസ്ഥയാണ്. പോപ്പ് ബെനഡിക്റ്റ് 16 പാപ്പ, പോപ്പ് എമിരറ്റസ്, അദ്ദേഹം പിതാവ് ആകുന്നതിന് മുമ്പ് വിശുദ്ധ ജോൺ പാപ്പയുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന നാളുകളിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച റോമിലെ കൊളോസ്യത്തിലെ നടക്കുന്ന ഈ കുരിശന്റെ വഴിയിൽ പാപ്പ സന്ദേശം കൊടുക്കുന്ന രംഗമുണ്ട്. സന്ദേശം കൊടുക്കുമ്പോൾ ഒരു വർഷം പാപ്പ കൊടുത്ത സന്ദേശം ഇപ്രകാരമായിരുന്നു: ഈശോയെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ ക്രൂശിക്കുക, ബറാബാസിനെ മതി എന്ന് പറഞ്ഞ് ഈശോയെ ഒരു വിലയില്ലാത്ത ഒരു ചപ്പും ചവറും പോലെ ഒന്ന് കുഴിച്ചുപെടാനായിട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞ് ആക്രോശിക്കുന്ന അതേക്കുറിച്ചുള്ള വിചിന്തനം രാജ്സിംഗർ അന്ന് പങ്കുവെക്കുമ്പോൾ അത് അവിടുന്ന് പാപ്പ വിസ്തപിത പറഞ്ഞ ഒരു ചിന്ത, ഇതന്ന് ജനം ഇങ്ങനെ ഈശോയെ മാറ്റിവെച്ചു. ഇന്നും എത്രയോ അവസരങ്ങളിൽ നമ്മളും ഈശോയുടെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇല്ല എന്ന രീതിയിൽ നമ്മൾ അവിടുത്തെ അവഗണിച്ച് എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. നമ്മളെ തന്നെ ആഘോഷിക്കുന്നു. ഇത് ഒരു രണ്ടാം പ്രമാണത്തിൻ്റെ ഒരു പ്രകടമായ ലംഘനമാണ്. ദൈവത്തിൻ്റെ നാമത്തിന് ബഹുമാനമില്ല. നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും ദേവാലയങ്ങളിൽ വല്ല ദേവാലയം അലങ്കരിക്കുമ്പോഴും ഇടവകര് വലിയ പരിപാടി നടത്തുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതിന് പോലെ പലപ്പോഴും നമ്മളെ തന്നെയല്ലേ മഹത്വപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്താരും ഇപ്പം പാട്ടുപാടിക്കൽ അച്ഛനെ വിളിച്ചു, പെരുന്നാൾ കുർബാനയാണ്, അച്ഛനും വരുന്നു, പാട്ടുകാരെയൊക്കെ ആയിട്ട് വരുന്നില്ല, അവിടെ പാട്ടുകാരെ കൂട്ടിക്കൊണ്ട് ഭംഗിയായിട്ട് പാട്ട് ഗായക സംഘം എല്ലാം നന്നായിട്ട് സംഗീതോപകരണം എല്ലാം ഉപയോഗിച്ച് ഭംഗിയായിട്ട് സൗണ്ട് സിസ്റ്റമൊക്കെ നന്നായിട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഗാനം അച്ഛൻ പാടി, സമൂഹം പാടി, ഗായക സംഘം പാടി മനോഹരമായിട്ട് എല്ലാം പൂർത്തി ഓരോ പാട്ടും കഴിയുമ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ ചിന്തിക്കുന്നു. ആൾക്കാർ വന്നിട്ട് അച്ഛൻ ഒന്നാന്തരമായി നല്ല പാട്ടായിരുന്നു, സ്വർഗീയ അനുഭവമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അച്ഛൻ്റെ പാട്ടിന് ശരിയാണ് അപ്രീസിയേഷൻ കൊടുക്കണം. ദൈവത്തിൻ്റെ കൃപയാണത്, അതിന് അപ്രീസിയേഷൻ കൊടുക്കണം. അതൊരു മാനുഷികമായ പരിഗണനയുടെയും പരസ്പര ആദരവിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ കാര്യം തന്നെയാണ്. എങ്കിലും നമ്മളെ പാട്ടിൻ്റെ തിളക്കത്തിലങ്ങ് പോകുന്ന സൗണ്ട് സിസ്റ്റം ഭംഗിയായി അവർക്ക് നമ്മൾ അവിടെ അതിൻ്റെ സന്തോഷം എടുക്കുന്നു, ഗായക സംഘം അതിൻ്റെ കാര്യം എടുക്കുന്നു, അൾത്താരെ അലങ്കരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സമർപ്പിത സന്യാസി സഹോദരിമാർ അവരിത് കഴിയുമ്പം അവർ അൾത്താരെ അലങ്കാരം നോക്കിയിട്ട് ഒരുപക്ഷെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ, പിന്നെ സെൽഫി എടുക്കാൻ, അല്ലെ അത് എടുത്തു വെക്കാൻ കണ്ടോ. അപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ട് കണ്ടോ, നല്ല പൂക്കൾ ഇത്ര പൈസ തന്നെ അളവടക്കിയതാണ്. അങ്ങനെ പിന്നെ മറ്റേ അലങ്കാരങ്ങൾ കാര്യങ്ങൾ അങ്ങനെ പിന്നെ വാടി തിരിച്ചുള്ള അലങ്കാരങ്ങൾ പ്രദർശനത്തിനകത്ത് ഭാഗഭാഗത്ത് എല്ലാം ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ മഹത്വമെല്ലാം നമ്മളങ്ങ് വിധിച്ചെടുക്കുകയാണ്. അതേക്കുറിച്ചാണ് ഈ രാജ്സിംഗർ വാപ്പാകുന്നതിന് മുമ്പുള്ള കാലത്ത് പറഞ്ഞത്, ഈശോ എന്ന ദബ്രാന്റെ സാന്നിധ്യം അവിടെയൊക്കെ ഇല്ലാതിരുന്നാൽ എന്ന പോലെ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തി വലുതാക്കി ആഘോഷിച്ച് അങ്ങനെ നമ്മുടെ തിരുനാളുകൾ, ദേവാലയങ്ങൾ, വലിയ അർപ്പണങ്ങൾ, ആരാധനാ കാര്യങ്ങൾ പോലും അങ്ങനെ ആയിപ്പോകുന്നു. 1 മണിക്കൂർ ആരാധന നടത്താനായിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ പോലും ആരാധനയുടെ വാക്കുകൾ, നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകൾ, പാടുന്ന പാട്ടുകൾ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഭംഗിയായിട്ട് തപ്പലൊന്നും കൂടാതെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൃപ്തിയെടുത്ത് അങ്ങ് പോവുകയാണ്. ഇവിടെ സ്നേഹമുള്ള സഹോദരൻ, നമ്മുടെ തമ്പുരാന് മാറ്റിവെച്ച് പോകുന്നുണ്ട്. ജീസസ് ഓഫ് നസ്രത്ത് എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പോപ്പ് ബെനഡിക്റ്റ് 16 പാപ്പയുടെ ജീസസ്, ഇതിനകത്ത് ഓരോ പ്രലോഭനത്തിൻ്റെയും പിന്നിൽ തമ്പുരാനെ മാറ്റിവെക്കാനുള്ള പ്രേരണയാണ് സാത്താൻ ഇട്ട് തരുന്നത് എന്ന് പാപ്പ വിശദീകരിക്കുന്നുണ്ട്. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ തമ്പുരാനെ മാറ്റിവെക്കുക, ദൈവത്തെ മാറ്റിവെച്ചിട്ട് ആ സ്ഥാനത്തേക്ക് സാത്താനാണ് കയറി വരാൻ നോക്കുന്നത്.
അവർ നേരെ കയറി വരാൻ പറ്റാത്തപ്പോൾ അവൻ പറയും, നിങ്ങൾ കയറി നിന്നോ, കണ്ടോ, നന്നായിട്ട് ചെയ്യുക, അങ്ങനെ പാടിക്കുവോ, അങ്ങനെ പ്രസംഗിച്ചുവോ, അങ്ങനെ കാര്യങ്ങൾ ചെയ്തേ, അപ്പം അങ്ങനെല്ലാം ക്രമമായിട്ട് അങ്ങനെ ചെയ്തോ, ഒന്നാം തരം പരിപാടി. എന്നിട്ട് നമ്മൾക്ക് പറയാൻ തോന്നിപ്പോകുന്നു, വി ആർ പ്രൗഡ് ഓഫ്, ഞങ്ങൾക്ക് അഭിമാനം. ഇംഗ്ലീഷ് പറയുമ്പോൾ വി ആർ പ്രൗഡ് ഓഫ് അവർ സെലിബ്രേഷൻ, അവർ പാരിഷ് ചർച്ച്, അവർ ഫെസ്റ്റിവൽ, തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണ്. പ്രൗഡ് എന്ന് പറയുന്നത് പ്രൈഡ് എന്ന് പറയുന്നതിൻ്റെ അഡ്ജക്റ്റീവാണ്. പ്രൈഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രഥമമായ അർത്ഥം അഹങ്കാരമെന്നാണ്. അതിനകത്തൊരു സ്വയം തൃപ്തിയുണ്ട്. നമുക്കൊരു തൃപ്തി വേണം. പോസിറ്റീവായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം. നമുക്കൊരു ആത്മാഭിമാനം വേണം, ആത്മവിശ്വാസം വേണം, ആത്മസന്തോഷം വേണം. എങ്കിലും നമ്മൾ ആ വാക്ക് അങ്ങനെ കരുത്തോടെ ഉപയോഗിച്ച് പോകുമ്പോൾ അവിടെ തമ്പുരാൻ്റെ മുഖമാണോ തെളിയുന്നത്, സാത്താൻ്റെ മുഖമാണോ തെളിയുന്നത്? കാരണം സാത്താൻ അഹങ്കാരത്തിൻ്റെ അരൂപിയാണ്. സ്വയം കയറ്റിവെക്കുന്ന വ്യക്തി, ഞാൻ ദൈവത്തെ പോലെ ആകും, അങ്ങനെ പറയാം. സാത്താൻ്റെ ഒരു അരൂപി നമ്മിലേക്ക് വരുന്നത് കൊണ്ടല്ലേ ഐ ആം പ്രൗഡ് ഓഫ് മൈ ദിസ് പെർഫോമൻസ് ഓർ ദിസ് പ്രോഗ്രാം, വി ആർ പ്രൗഡ് ഓഫ് അവർ പാരിഷ്, അവർ കോൺഗ്രിഗേഷൻ എന്നുപോലും സമർപ്പിത ജീവിത മേഖലയിൽ, അല്ലെങ്കിൽ ആത്മീയ ജീവിത മേഖലയിൽ പോലും അങ്ങനെ അഹങ്കാരത്തിൻ്റെ തൃപ്തി എടുക്കുന്ന രീതി വന്ന് പോകുന്നില്ലേ? ഭാഷയിൽ പ്രൗഢം എന്നുള്ളതിന് ശരിയാണ്, അതിന് അഹങ്കാരം എന്നുള്ളൊരു അല്ലാതെയുള്ള ഉപയോഗമുണ്ട്. ഞാൻ ഏറ്റു പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എങ്കിൽ പോലും മറുവശത്തെ അമ്മയൊക്കെ പറയുമ്പോൾ എന്താണ്? കർത്താവിന് ദാസി, ഞാൻ അവിടുത്തെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ദാസി എന്നുള്ള വാക്ക് പോലും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. അതൊക്കെ തമ്പുരാൻ കളഞ്ഞ കാര്യങ്ങൾ. നമ്മളെ സ്നേഹിതരാക്കി, തമ്പുരാൻ ഒപ്പമാക്കി, മക്കളാക്കി. നമ്മൾ മക്കളാണ്. നമുക്ക് മുമ്പേ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന അവസ്ഥ നിറയെ അനുഭവിച്ച ആളാ പശുത്തെ അമ്മ. അമലയായിട്ട് ഉത്ഭവിച്ച് തമ്പുരാൻ്റെ അഭിവാദനം കൗമാര പ്രായത്തിൽ തന്നെ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ അഭിവാദനം പോലെ സ്വീകരിച്ച അമ്മ മറുപടി കൊടുക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിന് മടിയൊന്നും കാണിച്ചില്ല. അവിടെ നമ്മുടെ ദൈവ മക്കളാണ്, പക്ഷെ നമ്മുടെ മിടുക്കോടുള്ള കഴിവുകൊണ്ടല്ല. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാത്തവർ. ഈശോ പറഞ്ഞില്ലേ, കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ല ദാസന്മാരാന്ന് പറയാനുള്ള ഇടമ നമുക്ക് വേണം. ആ താഴ്മ ഈശോയെ തന്നെ ശൂന്യനാക്കി. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനായി ദാസന്റെ രൂപം ധരിച്ച് അടിമയെപ്പോലെ, നിസാരനെ പോലെ, കുറ്റവാളിയെ പോലെ കുരിശിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം സ്വയം ശൂന്യമാക്കി. അതുകൊണ്ട് പിതാവിടത്തെ ഉയർത്തി. അപ്പോൾ മഹത്വം നമ്മിലേക്ക് എടുക്കുന്ന ഒരവസരത്തിൽ തമ്പുരാനെ നമ്മൾ മാറ്റിവെച്ച് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വിചിന്തനം നമ്മൾ എടുക്കുമ്പോൾ 2-ാം പ്രമാണത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പ്രമാണങ്ങളെ പറ്റിയുള്ള വിചിന്തനങ്ങൾ നമ്മൾ പുസ്തകങ്ങളിലും ധ്യാനങ്ങളിലാണെങ്കിൽ പോയി നമ്മൾ എടുക്കുമ്പോൾ കുമ്പസാരിക്കാനുള്ള ഏതാനും ഐറ്റം കിട്ടുമോ എന്ന് നമുക്ക് ചിന്തിക്കുന്നുള്ളൂ. പ്രമാണത്തെപ്പറ്റി അത് വായിച്ചിട്ട് കുമ്പസാരിക്കാനാണ് എനിക്കുള്ളത്. ഇങ്ങനെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ഒരു കുമ്പസാരം നടത്തിയിട്ട് തൃപ്തിയിലേക്ക് പോവുകയാണ്. അത് അരുതുകളും അഴുക്കുകളും നമ്മൾ കളയണം. അതിനൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് നിറയേണ്ടത് നന്മകൾ, കൃപകൾ നമ്മളെടുത്ത് നിറയ്ക്കണം. അപ്പോൾ നമ്മൾ ഉളവാക്കേണ്ട മനോഭാവങ്ങൾ ഏതാണ്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ധ്യാനത്തിൽ വിശുദ്ധരമ്പോൾ നമ്മുടെ ആഴപ്പെട്ട വിചിന്തനങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായ വിചിന്തനങ്ങളാണ്. പടിപടിയായിട്ട് അവിടെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം, നമ്മുടെ ഇല്ലായ്മ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ ഇല്ലായ്മ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ തമ്പുരാൻ്റെ സുവിശേഷം അനുഭവം ആവുകയുള്ളൂ എന്നുള്ളത് പോലും ഈശോയുടെ പ്രബോധനത്തിലുണ്ട്. ഈശോ എന്ന രക്ഷകൻ, ഈശോ കൊണ്ടുവന്ന സുവിശേഷം, ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ ആത്മീയത, ഈശോ നേടിയ രക്ഷ, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് അല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നെറ്റി വിളിക്കാൻ തോന്നും. എല്ലാവർക്കും ഉള്ളതല്ലേ? ഈശോ സർവ്വജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നുവെന്നാണ് ബെത്ലഹേമിൽ ഇടയന്മാർക്ക് പാദരാത്രിയിൽ ഈശോയുടെ ജനന സന്തോഷ സദ്വാർത്ത അറിയിച്ച മാലാഖമാർ പറഞ്ഞത്. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷ സദ്വാർത്തയാണ്. എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കും ഉള്ള പ്രാർത്ഥനാലയത്തിൽ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ച് അങ്ങനെ വചനം പറയുന്നത് അത് മുഴുവൻ ശരിയാണ്. പക്ഷേ എല്ലാവർക്കും ഈ സദ്വാർത്ത സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. ബെത്ലഹേമിൽ ഇടയന്മാർ ഈ വാർത്ത കേട്ട് സന്തോഷത്തോടെ തിടുക്കത്തിൽ ഉണർന്നിട്ട് രാത്രി തന്നെ തിടുക്കത്തിൽ പോയി അടയാളം വെച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ ചെന്നിട്ട് ഒരു കുട്ടി കിടക്കുന്ന ഉണ്ണിയെ കണ്ടു, അമ്മയോടൊപ്പം കണ്ടു, ആരാധിച്ചു, സന്തോഷത്തോടെ ദൈവത്തെ തിരിച്ചു വന്നു. അതേസമയം ആ വാർത്ത പിന്നീട് അറിയുന്ന ഹെരോദസ് രാജാവ് സന്തോഷിച്ചില്ല, ഭാരപ്പെട്ടു, അസ്വസ്ഥപ്പെട്ടു, കൊല്ലാനായിട്ട് പടയാളികളെ വാളുമായിട്ട് കൊടുത്ത് അയക്കുകയാണ്.
അപ്പം സകല ജനത്തിനും വേണ്ടി സന്തോഷ സദ്വാർത്ത ആണെങ്കിൽ പോലും എല്ലാവർക്കും സന്തോഷ സദ്വാർത്ത ആകുന്നില്ല. എങ്ങനെയുള്ളവർക്കാണ് സന്തോഷ സദ്വാർത്ത ആവുക? ദൈവികമായ കാര്യങ്ങൾ അത് ഈശോ പറഞ്ഞില്ലേ? നമ്മൾ ലൂക്കാ 4 വായിക്കുന്നുണ്ട്, 14, 15, 16 വാക്യങ്ങൾ വരുമ്പോഴേക്കും ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷമുള്ളൂ. ഹൃദയം തകർന്നവര്, അടിച്ചമർത്തപ്പെട്ടവര്, ബന്ധിതര്, അന്ധര്. ഈശോ യോഹന്നാൻ 9 പറയുന്നില്ലേ, അന്ധന് കാഴ്ച കൊടുത്തു കഴിയുമ്പം യഹൂദ അധികാരം ചോദ്യം ചെയ്യുമ്പോൾ ഈശോ അവസാനം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അന്ധർക്ക് കാഴ്ച ഉണ്ടാകാനും കാഴ്ച ഉണ്ടെന്ന് അഭിമാനിക്കുന്നവർ അന്ധരായി തീരാനും വേണ്ടിയിട്ടാണ് എന്ന് ഈശോ പറഞ്ഞു. അപ്പൊ അന്ധർക്കാണ് കാഴ്ച. അത് കണ്ണിന്റെ അന്ധത മാത്രം, ശരീരമായ അന്ധത മാത്രമല്ല, മറിച്ച് ആന്തരികമായ ദൈവമേ അങ്ങയുടെ വെളിച്ചം എനിക്ക് വേണമേ, അങ്ങ് കാണുന്നവരെ കാണാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള, ഞങ്ങൾക്ക് കാഴ്ചയില്ല, ഞങ്ങൾ ദൈവികമായ കാര്യങ്ങൾ വേണ്ടവരെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല ഇതുവരെ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് വെളിച്ചം തരണമേ, കാഴ്ച തരണേ, ജ്ഞാനം തരണമേ എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തി തങ്ങളുടെ അന്ധതകൾ ഏറ്റുപറയുന്ന വ്യക്തിയാണ്. അവർക്കാണ് ദൈവത്തിന് പ്രകാശം കിട്ടുക, പ്രകാശം ലഭിക്കുക. അതുപോലെ തന്നെയാണ് ദാരിദ്ര്യം, തങ്ങളുടെ ഇല്ലായ്മ അറിയുന്ന വ്യക്തി. കർത്താവിന്റെ ദാസി ഞാൻ എന്ന് മമ്മ പറഞ്ഞതുപോലെ തങ്ങളുടെ ഇല്ലായ്മ ഏറ്റുപറയുന്നവര്, അവർക്ക് മാത്രമേ സുവിശേഷമുള്ളൂ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് തന്നെ അയച്ചത് ഈശോ പറയുമ്പം ആ അർത്ഥത്ത് വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മളായിരിക്കുന്ന ഇല്ലായ്മയിൽ ദാരിദ്ര്യ അവസ്ഥയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യ അനുഭവത്തിന് കടന്നു വരിക. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും. കർത്താവിന്റെ മഹത്വം അവരെ വിട്ടുപോയി എന്ന് നമ്മൾ കാണുന്ന വചനഭാഗങ്ങൾ പലതുണ്ട്. സാവൂൾ രാജാവ് തന്നെ രാജാവായിട്ട് ദൈവം വെച്ചു, രാജാവായി. പക്ഷെ പിന്നെ ദൈവത്തിന്റെ വചനം മാറ്റി വെച്ചുകൊണ്ട്, വചനം തിരസ്കരിച്ചുകൊണ്ട് സിംഹാസനത്തിന് മുന്നോട്ട് നീങ്ങാൻ നോക്കിയപ്പോൾ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. 1 സാമുവേൽ 16 അധ്യായം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, സാന്നിധ്യം, മഹത്വം അവിടെ വിട്ടുപോയി. സാംസനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വ ശക്തി അവനെ വിട്ടുപോയി, അവനത് അറിഞ്ഞില്ല, അവനറിയാതെ പോയി. അപ്പൊ തന്നെ മഹത്വപ്പെടുത്തി തൻ്റെ സ്വന്തം ഇഷ്ടം വെച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതായ ഈ ഫൗസ്റ്റീന പങ്കുവെക്കുന്നതായ ദൈവാലയത്തിന് ഈശോ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു, ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു. അത് നമ്മൾ ഫൗസ്റ്റീനയുടെ മഠത്തിൽ സംഭവിച്ചൊരു കാര്യമായിട്ട് പറഞ്ഞ് മാറ്റിവെക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ഓരോ ദേവാലയത്തിനും ദൈവത്തിന് യഥാർത്ഥത്തിൽ മഹത്വം കൊടുത്തുകൊണ്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം. ഒരു പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ അവിടെയുള്ള ഈശോയുടെ സാന്നിധ്യം ഓർത്തുകൊണ്ട് വേണം നമ്മൾ വരാൻ. എത്ര മനോഹരമായ പള്ളി, നമ്മൾ പറഞ്ഞതുപോലെ മനോഹരമായ പുത്തനായിട്ടുണ്ടാക്കിയ പള്ളി, അത് കാണാൻ വേണ്ടി നമ്മൾ വരികയാണ്. അത് കാണാൻ വേണ്ടി വരുന്നത് ഈശോയുടെ വീടാണ്. ആ ഈശോയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നത്. ഒരു വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ കുടുംബനാഥൻ അവിടെ ഉണ്ട്, കുടുംബനാഥനെ വേണം ആദ്യം കാണാൻ, അല്ലെങ്കിൽ കുടുംബനാഥയെ അവരെ ചെന്ന് കണ്ടിട്ട് വേണം ആ വീടിനകത്തെ മുറികൾ കാണാനോ, അവിടുത്തെ കൃഷി കാണാനോ, അവിടുത്തെ കന്നുകാലികളെ കാണാനോ, മറ്റു കാര്യം എന്തെങ്കിലും കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ. ആ കുടുംബനാഥനെ ശ്രദ്ധിക്കാതെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ആ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യം മുറ്റത്തുള്ളതോ പറമ്പിലുള്ളതോ കാണാൻ വേണ്ടി പറമ്പിൽ കൂടെ കയറി നടന്നു കഴിഞ്ഞാൽ വീട്ടുകാർ നോക്കുക, എന്തായത് ആരായാലും നടക്കുന്നത്. അല്ല, ഒരു കൂട്ടർ വന്ന് കയറി മുറ്റത്ത് വന്ന് വണ്ടി ഇറങ്ങി, എന്നിട്ട് അവർ പെരിക്കാത്തോട് വന്ന് കയറിയിട്ട് കുടുംബനാഥൻ അവിടെ ഇരിപ്പുണ്ട്, കുടുംബനാഥ അവിടെ ഇരിപ്പുണ്ട്, അവരെ ശ്രദ്ധിക്കുന്നില്ല. ആ പെരിക്കാത്തോട് കയറിയിട്ട് ആ മുറിക്കാത്തോട് നോക്കി അവിടെയുള്ള ചില കാര്യങ്ങൾ നോക്കി അത് നോക്കി നടന്നു കഴിഞ്ഞാൽ അതാ വീട്ടുകാരെ അപമാനിക്കുകയാണ്. അവിടെ നിന്ന് ഇറക്കി വിടും. മിക്കവാറും ഇറക്കി വിടാൻ പറ്റാത്തവരാണെങ്കിൽ ഇറങ്ങി പോകേണ്ടി വരും. അതുപോലെ അപമാനമാണത്. അപ്പൊ തമ്പുരാന്റെ ആലയമാണ് ദേവാലയം. ആ ദേവാലയത്തിൽ നമ്മൾ എപ്പോഴെല്ലാം വരുന്നോ, പള്ളി മുറ്റത്തോട്ട് നമ്മൾ നടന്നു വരുന്നു, പള്ളിക്കലോട്ടല്ലേ വണ്ടിയിൽ വരുന്നു, വണ്ടിയിൽ വന്ന് വണ്ടി നിർത്തി ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന സമയത്തെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവമേ, അങ്ങയുടെ വീട്, അങ്ങയുടെ ഭവനം, അങ്ങയുടെ ആലയം, അങ്ങോട്ട് ഞാൻ വരികയാണല്ലോ. അങ്ങനെ ഒരു ചിന്ത എടുത്തുകൊണ്ട് പള്ളി പരിസരത്തോട്ട് കയറി വരണം, പള്ളിയുടെ നടയിലോട്ട് തിടയിൽ കയറി വരണം. ചെരുപ്പ് ഊരി ഇടുമ്പോൾ ഒന്നാമത്തെ ചിന്ത ഈശോയെ അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നു. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊന്ന് മുട്ടുകുത്തി നമ്മുടെ നെറ്റി കൊണ്ട് നിലത്ത് മുട്ടിച്ച് വിശുദ്ധ കുരിശിന്, വലിയ കുരിശിൻ്റെ അടയാളം വരച്ച് അങ്ങനെ ഒന്ന് നോക്കി ഒരു 3 പ്രാവശ്യമെങ്കിലും പരിശുദ്ധ പരമദീപികാരുണ്ടതിന് സ്തുതി ഉണ്ടായിരിക്കേണ്ടത് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ് അങ്ങനെ ആ ഈശോയുടെ സാന്നിധ്യം അത് എടുത്ത് ഈശോയുടെ പുഞ്ചിരി സ്വീകരിച്ച് ഈശോ നമ്മളെ വെൽക്കം ചെയ്യുന്ന അറിഞ്ഞ് അങ്ങനെ വേണം പള്ളിക്ക് ഒന്നൊരു കയറി ചെല്ലാൻ. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പള്ളിയിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ, ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരൊക്കെ എത്ര യാന്ത്രികമായിട്ട് അശ്രദ്ധമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ പള്ളിക്കകത്തൊരു കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതൊരിക്കലും സംഭവിക്കാനായിട്ട് വരരുത്.
അത് വലിയ ദൈവ നിന്ദയാണ്. അവിടെ നമ്മൾ അവഗണിക്കുകയാണ്. അത് ചുമ്മാ ഒരു അവഗണന. അതിനിപ്പോൾ എന്നാ നമ്മൾ ആരും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് വന്ന് കയറി ഇറങ്ങിപ്പോയി. ഞാനെപ്പോഴും കയറി വരുന്ന ശുശ്രൂഷകയാണ്, സമർപ്പിതരാണ്, വികാരിച്ചനാണ്, കൊച്ചച്ഛനാണ്. അതുകൊണ്ട് പള്ളിക്കകത്ത് ഞങ്ങളെപ്പോഴും വരുന്നു പോകുന്നു. ഈശോ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ശുശ്രൂഷ ചെയ്ത് ഈശോയ്ക്ക് ഞങ്ങൾ ജീവിക്കുന്നത് ഈശോയ്ക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു ടേക്കഡ് ഫോർ ഗ്രാൻഡഡ് എടുക്കരുത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടതായ ഫൗസ്റ്റീനയുടെ മഠത്തിലെ ഒരു അനുഭവം നമ്മൾ കണ്ടല്ലോ. ഫൗസ്റ്റീനയുടെ മഠത്തിൽ 44 ഒക്കെ 45 നമ്പറുകളിൽ വായിക്കുന്നതിൽ നമ്മൾ കണ്ടതാണ്. ഞാനിവിടെ വസിക്കുകയല്ല, എന്നോട് ഇവിടെ ആർക്കും താല്പര്യമില്ല, എന്നെ ആരും ഇവിടെ പരിഗണിക്കുന്നില്ല, അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോവുകയാണ്, എനിക്കിവിടെ വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ ഇവിടെ നൊമ്പരത്തോടെ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഇത് നമ്മൾ നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പ്രാർത്ഥനയുടെ സ്ഥലമില്ലേ? തിരുഹൃദയ രൂപം വെഞ്ചരിച്ച് വെച്ചിട്ടില്ലേ? അത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് പ്രധാന വാതിലിൻ്റെ മുകളിലായിരിക്കാം, അല്ലെ പ്രധാനപ്പെട്ട ഭാഗത്തായിരിക്കാം, അല്ലെ മുറിക്കകത്ത് പ്രധാനപ്പെട്ട ഭിത്തിയിലായിരിക്കാം, അല്ലെ പ്രാർത്ഥന മുറി ഉണ്ടാക്കി വെച്ച് അവിടെ ആയിരിക്കാം വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഈശോയുടെ തിരുസ്വരൂപം, അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങൾ എല്ലാം വെച്ച് ഈശോയുടെ സാന്നിധ്യം, സ്നേഹമുള്ള സഹോദരങ്ങൾ, അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. നമുക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ഒരു വേദി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഈശോയെ ക്ഷണിച്ച് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ. എന്താ അതിന് അർത്ഥം? ചുമ്മാ ഒരു പ്രാർത്ഥന ചൊല്ലി ഏതാണ്ട് ചെയ്തു വരുന്നതല്ല. ഈശോയെ വിളിച്ച് നമ്മുടെ ഈ കുടുംബത്തിന് നാഥനായി ഈ വീട്ടിലുള്ള ഞങ്ങൾ അംഗങ്ങളെല്ലാവരും അങ്ങയുടെ ഹിതമനുസരിച്ച് നടന്നുകൊള്ളാം. അങ്ങേക്ക് അഹിതമായ രീതിയിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും അങ്ങേക്ക് വേദന വരുത്താൻ ഇടവന്നു പോയിട്ട് ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അങ്ങ് ഞങ്ങളെ ഭരിക്കണമേ, അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ, അങ്ങ് ഇവിടെ നിരന്തരം ഉണ്ടായിരിക്കണമേ എന്നെല്ലാം നമ്മൾ എടുത്തു പറഞ്ഞ് ഏറ്റുചൊല്ലി അങ്ങനെ ഈശോയുടെ രൂപം അവിടെ വെച്ച നാമം അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ജെറുസലേം ദേവാലയം പ്രതിഷ്ഠിച്ചുകൊണ്ട് സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ 1 രാജാക്കന്മാർ 9 തമ്പുരാൻ പറയും, നമ്മൾ 8 പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച കാര്യമാണ്, എനിക്ക് എൻ്റെ മഹത്വത്തിനായിട്ട് നീ നിർമ്മിച്ച് എൻ്റെ നാമം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ആലയത്തിൻ്റെ മേൽ എൻ്റെ നിരന്തരം കടാക്ഷം ഉണ്ടായിരിക്കും, ഞാനിവിടെ നിരന്തരം ശ്രദ്ധിക്കും, പക്ഷെ എൻ്റെ കൽപ്പന വിട്ട് നിങ്ങളോട് പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു, പിന്നീട് വെഞ്ചരിച്ച് വീട് മുഴുവൻ വിശുദ്ധീകരണം തെളിച്ചു, അങ്ങനെ വീട് മുഴുവൻ ഈശോയുടെ ഭവനമാക്കി മാറ്റി കൊടുത്തതല്ലേ. എന്നിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ പെരുമാറും ഈ സാന്നിധ്യം അനുസ്മരിക്കാതെ പോകുന്നത് അവിടത്തേക്ക് സന്തോഷമാണോ? നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും പല വീടുകൾ അങ്ങനത്തെ രീതി കണ്ടിട്ടുണ്ട്. ആ രൂപത്തിന് മുമ്പിലേക്ക് ഒന്ന് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ചെറിയൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒന്ന് ഉള്ളു ചേർത്ത് ഞങ്ങൾ പോവുകയാണ്, എന്നെ വഴിക്ക് ഇറങ്ങുകയാണ്, കൂടെ ഉണ്ടായിരിക്കണേ എന്നൊന്ന് പറഞ്ഞ്, അല്ലെ വീട്ടിലുള്ളവർ ഒരു കുടുംബാംഗം പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുരിശ് വരച്ച് പറഞ്ഞു വിടുന്നു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നു, തിരിച്ചു വന്ന് കയറുമ്പോഴും ഒന്ന് നോക്കി ഒന്ന് വണങ്ങി. എത്ര മനോഹരമാണ്! അതൊരു ബന്ധമല്ലേ? അത് ഒരു ബന്ധമാണ്. ഈശോ അവിടെ ഉണ്ടെന്നുള്ള അംഗീകരിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യം വെറുതെക്കാരനെ പോലെയാണ്. നമ്മുടെ പ്രാസ്യാമയുടെ ലിഖിതങ്ങൾ വായിച്ച് എവിടെ കേൾപ്പിച്ചപ്പോൾ കതകൻ്റെ പുറകുവശത്തകത്ത് മാതാവിൻ്റെ പടം ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞപ്പം ആ രാത്രി പിശാചുക്കളുടെ കതക ചവിട്ടാനായിട്ട് വന്നിട്ട് ചവിട്ടാൻ മേല, ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഞങ്ങൾക്ക് ആണിയായിട്ട് ഈ കതകിന്മേൽ പറ്റിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാചുക്കളുടെ കതക ചവിട്ടാൻ തൊടാൻ മേലാതെ കിടന്ന് വിഷമിക്കുക എന്ന് കരയുന്ന രംഗം, നിലവിളിക്കുന്ന രംഗം പൗഷ്ടികൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. എബ്രാസ്യാമ ഡയറി ലിഖിതങ്ങളിൽ ഒരു ചിത്രം എബ്രാസ്യാമ്മ അറിഞ്ഞ് അവിടെ ഒട്ടിച്ചു വെച്ചപ്പം അമ്മ അവിടെ വന്നു കഴിഞ്ഞു. സ്നേഹമുള്ളത് വിശ്വസിച്ചേ. ആത്മീയമായ കാഴ്ചപ്പാടുള്ള വ്യക്തികൾ അദൃശ്യമായ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. കുർബാന അർപ്പിക്കുമ്പോൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ, ഇപ്പോഴിവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ ധ്യാനിക്കുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. എന്താ ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കാൻ പറ്റും? ഇവിടെ മാലാഖമാരുടെ വലിയ കൂട്ടമുണ്ട്, പ്രവചന്മാർ ഇവിടെ നിന്ന് പാടി സ്തുതിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അൾത്താരയിൽ അപ്പം വിഭജിക്കുന്ന വൈദികൻ അവർ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു. ആ കൂട്ടത്തിൽ കൂടിക്കേ അദൃശ്യമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. താബോർ മലയിൽ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ 3 പേരെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബും. പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് അവിടെ കൂടെയുള്ളത്? ഈശോയുടെ കൂടെ ഈ 3 പേര് മാത്രമേ ഉള്ളൂ? അല്ല, വേറെ 3 പേരും കൂടെയൊക്കെ നമുക്ക് എണ്ണി പറയാനായിട്ടുണ്ട്. അവിടെ മോശ വന്നു, ഏലിയ വന്നു, പിതാവായ മേഘത്തെ ഇറങ്ങി വന്നു. നോക്കിക്കേ, ഏതൊരു പ്രാർത്ഥന വേണ്ട കണ്ടില്ലേ? എവിടെ പ്രാർത്ഥന ദൈവസാന്നിധ്യം കടന്നു വരും, മാലാഖമാർ കടന്നു വരും, വിശുദ്ധർ കടന്നു വരും. അങ്ങനെ കടന്നുവരെ സാന്നിധ്യം നമ്മൾ അംഗീകരിക്കണം, ആദരവോടെ എടുക്കണം. നമ്മളതിനെ അവഗണിച്ചുകൊണ്ട് പോയ സാന്നിധ്യം അമ്മ വന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അമ്മ അവിടെ നിൽക്കും. പിന്നെ വെളിപാട് 2 പറഞ്ഞാലും പുറത്തുനിന്ന് കതക് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും കേട്ട് തുറന്നു വന്നാൽ ഞാൻ കടന്നു വരും, അല്ലെങ്കിൽ പുറത്ത് നിൽക്കും, അല്ല ഇറങ്ങിപ്പോകും. അമ്മ കടന്നു വരുമ്പോൾ അമ്മയെ സ്വീകരിക്കണം.
അപ്പം അതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ചെയ്യുന്നതാണ് ഈ നമ്മൾ വെച്ചിരിക്കുന്ന തിരുചിത്രങ്ങൾ, തിരുസ്വരൂപങ്ങൾ, ക്രൂശ് രൂപം. അത് വീട്ടിൽ അവിടെ വെക്കുമ്പോൾ അവിടെ നമുക്കൊരു ആദരവിൻ്റെ ബന്ധം വേണം. വീട്ടിൽ നിന്ന് ഓരോ പ്രാവശ്യം പുറത്ത് യാത്ര പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒന്ന് അങ്ങോട്ട് ചെന്ന് ഒരു നിമിഷം അവിടെ ചേർത്ത് ആ പ്രാർത്ഥന ആശീർവാദം ഒന്ന് മേടിച്ച് കൃപ സഹായം ചോദിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകും. തിരിച്ചു വരുമ്പോൾ നന്ദി പറഞ്ഞു കയറുക. അങ്ങനത്തെ ഒരു ബന്ധമെടുത്തേ. അങ്ങനെ പരിഗണിക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്പുരാനെ അവിടെ വെറുതെക്കാരനാക്കി വെറുതെക്കാരിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവമാനിതരമായി ഇരിക്കാനായിട്ട് തമ്പുരാൻ ഇഷ്ടമില്ല. അവിടെ മഹത്വം അവിടത്തേക്ക് കിട്ടുന്നില്ല. അവിടുത്തെ രാജ്യത്വവും ശക്തിയും മഹത്വവും അവിടെ വരുന്നതിന് പകരം നമ്മൾ അവിടെ കയറി തമ്പുരാനെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്നു. മാത്രമല്ല അവിടുത്തെ അഹിതമായ പല കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു സാത്താൻ്റെ സ്വാധീനം തന്നെ കടന്നു വരുന്നത് നമ്മൾ കണ്ടല്ലോ. മതപര ഗ്രന്ഥത്തിൽ സഭ പഠിപ്പിക്കുന്നത് രാജ്യത്വം, ശക്തിയും മഹത്വം ഇത് മൂന്നും ലോകത്തിൻ്റെ പ്രമാണി വ്യാജമായിട്ട് തട്ടിയെടുത്തിരുന്നു. അത് തിരിച്ച് അവിടത്തേക്ക് നമ്മൾ നേടിക്കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ഈ മതപഥത്തിൽ വായിക്കുകയാണ്. വായിച്ചതിന് ബാക്കി കർത്താവായ ക്രിസ്തു ഇവയെ അവിടുത്തെ പിതാവും നമ്മുടെ പിതാവുമായി തിരിച്ചേൽപ്പിക്കുന്നു. രാജ്യം അവിടത്തേക്ക് പരമേൽപ്പിക്കുകയും രക്ഷണ രഹസ്യം അന്തിമമായി പൂർത്തിയാക്കപ്പെടുകയും ദൈവം എല്ലാറ്റിലും എല്ലാമായി തീരുകയും ചെയ്യുന്നവരെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, ദേവാലയങ്ങൾ നമ്മൾ കണ്ടു, നമ്മുടെ ഭവനങ്ങളിലും എല്ലാം തമ്പുരാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് സർവദാ സർവേശ സന്നിധിയിൽ പലപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിരന്തരം ദൈവസന്നിധിയിൽ വ്യാപരിക്കുക. ദൈവം അബ്രാഹത്തോട് പറഞ്ഞല്ലേ, നീ എൻ്റെ മുമ്പിൽ വ്യാപരിച്ച് പൂർണ്ണനാവുക, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിരീക്ഷണ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നുള്ള കുറിപ്പ് എഴുതി വെച്ചേക്കും. ചിലപ്പോൾ ക്യാമറ പോലും കാണുക, അല്ലെങ്കിൽ കേടായ ഒരു ക്യാമറ ലെൻസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഈ നിരീക്ഷണം, ഈ കുറിപ്പ് കാണുമ്പോൾ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അത് കാണുമ്പോഴേ ഒരു അറിയാതെ ഒരു ശ്രദ്ധ വരും. മോശമായിട്ട് സംസാരിക്കരുത്, പെരുമാറരുത്, ആരോ ഇത് കാണുന്നുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയോ അധികമായിട്ട് നമ്മൾ തമ്പുരാന്റെ നിരീക്ഷണത്തിലാണ്. എല്ലാം കാണുന്ന ദൈവം. 139 സങ്കീർത്തനം, ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കണ്ണുകൾ എല്ലാം അറിയുന്നു. അവിടുത്തെ ആത്മാവിൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഒരു മുറിവുറി പോലും സത്യപ്പെടാൻ പോകുന്നില്ല. ആ നിരന്തര സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ ഒരു വാക്ക് മിണ്ടി അവിടുത്തെ ഹൃദയത്തെ സ്തുതി അർപ്പിച്ച് അവിടുത്തെ സാന്നിധ്യം എടുത്തോട് ഈശോ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് കൂടെയുള്ളത്? ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറയുന്നത് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാവുക. നമുക്ക് ഒരു നിമിഷം തിരുസന്നിധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് പങ്കുവച്ച ദൈവരാജ രഹസ്യങ്ങളെ ഓർത്ത്, വചന വെളിച്ചത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവാലയങ്ങൾ, അതോടൊപ്പം തന്നെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കുന്ന ഓരോ ഭവനങ്ങളും ഗാർഹിക ദേവാലയങ്ങളാണല്ലോ.
അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ അങ്ങ് നൽകുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ദൈവം, കൂട്ടായ്മയായ ദൈവം, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, കർത്താവായ ഈശോയെ, ഈ വചനം വെളിപ്പെടുത്തലെല്ലാം ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. പൗസ്റ്റീനയുടെ മഠത്തിലെ ചാപ്പലിൽ നിന്നും അങ്ങയുടെ ദീപികാരൻ്റെ സാന്നിധ്യം പോലും പുറത്ത് ആ കരങ്ങളിലേക്ക്, ആ സഹോദരൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ സെഷനിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് സാന്നിധ്യം, അങ്ങയുടെ തിരുഗതമനുസരിച്ച് അങ്ങനെ ഭരിക്കപ്പെടുന്ന അനുഭവം ഞങ്ങൾ എടുക്കാതെ വരുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് അവഗണനയാണല്ലോ തരുന്നത്. ദേവാലയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ പോലും കർത്താവ് ഞങ്ങളെ തന്നെ ആഘോഷിച്ചുകൊണ്ട് പെരുമാറുന്ന അനേക അവസരങ്ങളിൽ തിരുക്കർമ്മങ്ങളുടെ നിർവഹണത്തിൽ പോലും സംഭവിച്ചു പോകുന്നത് അങ്ങനെ ശുശ്രൂഷകരായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ദേവാലയം പോലെ വിഗ്രഹം പോലെ ആയിത്തീർന്ന് അങ്ങ് അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളെ തന്നെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങുമ്പോൾ സ്വയം ആഘോഷിച്ച് ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ച് സാത്താൻ്റെ കൂടെയാണല്ലോ, അവൻ്റെ അരൂപിയിലേക്കാണല്ലോ ഞങ്ങൾ ചേരുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദരിദ്രർക്കാണ് സുവിശേഷം പ്രഘോഷിക്കാൻ അങ്ങ് വന്നത്. കർത്താവ് തൻ്റെ ദാസ്യർ താഴ്മയുടെ കടാക്ഷതാമ പ്രഖ്യാപിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ദേവാലയങ്ങളിലും വിശുദ്ധ ഭവനങ്ങളിലും ഇടവ സമൂഹത്തിൽ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും മഹത്വവും ശക്തിയും രാജ്യത്വവും നൽകിക്കൊണ്ട് പെരുമാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിവര ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ഈശോയെ, പ്രപഞ്ച കത്തോലിക്കാ സഭയിലെ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗോൺ മണ്ഡലപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ ദീപികാരൻ്റെ സാന്നിധ്യം കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം നൽകുന്നു. അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഉള്ളു തുറന്ന് ദാഹത്തോടെ കാത്തിരിക്കുന്ന മക്കളുടെ മേൽ ഈ സമയം അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളെല്ലാം അവരിലേക്ക് വന്ന് നിറയാനിട വരട്ടെ. അങ്ങയുടെ നാമത്തിന് മഹത്വവും സ്തുതിയും ആരാധനയും ഞങ്ങളുടെ ജീവിതങ്ങളുടെ കുഴപ്പങ്ങളും എല്ലാം നിറഞ്ഞു വസിക്കാൻ അങ്ങനെ വരികയും ചെയ്യട്ടെ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, എല്ലാ പ്രിയപ്പെട്ടവരോടും യോഗ മേഖലകളോടും കൂടെ, യോഗം മുഴുവനോടും കൂടെ വളരെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും ത്യാഗങ്ങൾ സമർപ്പിച്ച് സഹകരിക്കുന്ന ഓരോ സഹോദരനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.